ഹലോ, നമുക്കിന്ന് കൊല്ലത്ത് കാട്ടിൽമേക്കത്തിൽ അമ്പലത്തിൽ പോയാലോ? കൊല്ലം ചവറയ്ക്കടുത്താണ് ഈ അമ്പലം വരുന്നത്. കാട്ടിൽമേക്കത്തിനേക്കാളുപരി മണികെട്ട് അമ്പലം എന്ന് പറഞ്ഞാലാണ് കേട്ടോ എല്ലാവരും അറിയുന്നത്. കടലിനും കായലിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണിത്. ഒരു തുരുത്തിലാണ് ഈ അമ്പലം ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. ബാക്കിൽ നമുക്ക് അറബിക്കടലും അതുപോലെ തന്നെ ഫ്രണ്ടിൽ TS കനാലും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിപ്പെടണമെങ്കിൽ രണ്ട് മാർഗ്ഗമാണ്. ഒന്നെങ്കിൽ നമുക്ക് ശങ്കരമംഗലം, കൊല്ലം ശങ്കരമംഗലത്തിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറുമ്പോൾ ജങ്കാറ് വഴി അമ്പലത്തിലെത്താം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഴീക്കൽ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊരു 10 കിലോമീറ്ററോളം ബീച്ച് റോഡിലെത്തിയാലും നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താം. ആദ്യമൊക്കെ നമ്മൾ വന്ന സമയത്ത് വഴി കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ജങ്കാറ് കയറിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് നമുക്ക് റോഡ് മാർഗ്ഗം അമ്പലത്തിലേക്ക് എത്താം. അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ടാറിങ് റോഡല്ല കേട്ടോ, നമ്മുടെ കടൽ തീരത്തൊക്കെ കാണുന്ന പഞ്ചാര മണ്ണാണ്. അപ്പം നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കൊല്ലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ചെറുതായിട്ട് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. നമുക്കും അമ്പലത്തിൽ മണി കെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കൗണ്ടറിൽ പോയി അതിൻ്റെ റെസിപ്റ്റോ കാര്യങ്ങളോ എടുത്ത് മണി പൂജിക്കാൻ കൊടുത്തിട്ട് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു വന്നപ്പോഴത്തേക്കും പൂജിച്ച മണി കാര്യങ്ങളും നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് അവിടെ തൊട്ട് അമ്പലത്തിനോട് ചേർന്നുള്ള ആലിൽ കെട്ടണം. ആലിൽ കെട്ടുന്നതിന് മുന്നോടിയായി നമ്മൾ 7 വലം വെക്കണം. അമ്മേ നാരായണ പറഞ്ഞ് 7 വലം വെച്ച് പിന്നീട് നമ്മുടെ ആഗ്രഹം പറഞ്ഞ് ആലിൽ മണി കെട്ടുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും നമുക്കും സുഖമായിട്ട് മണി കെട്ടാൻ പറ്റി. വേരിൽ മണി കെട്ടാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. അത്രയ്ക്കും മണി കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതും വെറും മണികളല്ല, ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്. ഓരോ മണിയുടെ കിലുക്കം ദേവിയുടെ കാതിലെത്തുമെന്നും ദേവി നമ്മുടെ ആഗ്രഹം അറിഞ്ഞ് നമ്മളെ അനുഗ്രഹിച്ച് ആഗ്രഹം നടക്കുമെന്നതാണ് ഇതിൻ്റെ വിശ്വാസം. ഇതിനു മുമ്പും നമ്മളിവിടെ വന്ന് മണി കെട്ടിയ ആ ആഗ്രഹങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വഴിപാടുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് പോയി. കടലിൽ അത്യാവശ്യം നല്ല തിരയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല നല്ല വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും കൊച്ചിനെ അവിടെ നിർത്തിയില്ല. ജസ്റ്റ് അവിടെ ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ കടലിൽ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. നേരത്തെ പോയിട്ടുണ്ടെങ്കിലും അവൾ കുഞ്ഞായിരുന്നുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചു. പിന്നെ മീനുട്ടിയുടെ ആണെങ്കിലും ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറ്റണമായിരുന്നു. ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറ്റി ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഓക്കെ, ബൈ.